ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بإذن الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട അസ്ഹരി ഉസ്താദ് MA ഉസ്താദിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോക മുസ്ലിമീങ്ങളുടെ മനസ്സുകളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും ഹജ്ജിന്റെ സന്ദേശവുമായി ഉള്ള ഉള്ളടക്കങ്ങളൊക്കെയും വായിച്ചു മനസ്സിലാക്കി തന്നു. അല്ലാഹു തആല ഉസ്താദിന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹാനായ MA ഉസ്താദിന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുത്ത് മഹാനായ MA ഉസ്താദ്, മഹാനായ താജുൽ ഉലമ തുടങ്ങിയ നമ്മളുടെ നേതാക്കന്മാരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ നമുക്കറിയാം, നാളെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകുന്ന അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹജ്ജാജികൾക്കും ഹാജിമാർക്കും ഹജ്ജിന് ഈ വർഷം ഉദ്ദേശിച്ച് മക്കയിലെത്തി അവിടുന്ന് മിനായിലേക്കും ശേഷം അറഫയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു നല്ല ആഫിയത്തും ആയുസ്സും തഖ്വയും ക്ഷമയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെ ഹജ്ജും പരിപൂർണമായി സ്വീകരിച്ച റാഹത്തായി അവരവരുടെ നാടുകളിൽ, കുടുംബമിത്രാദികളിൽ, ജോലി സ്ഥലങ്ങളിൽ തിരിച്ചെത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ആ വിശുദ്ധമായ ഭൂമിയിൽ എത്തിച്ചേർന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഹബീബിന്റെ മദീന സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. നമ്മുടെ ഒരുപാട് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളും അതുപോലെ തന്നെ അവരുടെ കുടുംബമിത്രാദികളൊക്കെയും ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളായ മക്കയിലുള്ള പലവരും ഹജ്ജിന് വേണ്ടി വർഷം തയ്യാറായിട്ടുണ്ട്. പലവരും വിളിച്ച് ക്ലാസ് റൂമിൽ പ്രത്യേകമായി ഞങ്ങളുടെ ഹജ്ജും മറ്റു കാര്യങ്ങളൊക്കെയും സ്വീകരിക്കാനും പ്രായമായ ഉമ്മ ഒപ്പമുണ്ട്. തിക്കിലും തിരക്കിലൊന്നും പെടാതെ പാഹത്തായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ. കാരണം ജംറകളിലേക്കൊക്കെയും എറിയേണ്ടത് അവരവർ തന്നെയാണ്. അശക്തമാകുമ്പോൾ മറ്റൊരാളെ ഏൽപ്പിക്കാമെങ്കിലും അവരവർ ചെയ്യുന്നതാണല്ലോ അത്തരം കാര്യങ്ങളിലൊക്കെയും പുണ്യം. ഏതായിരുന്നാലും അവർക്കൊക്കെയും നല്ല ആരോഗ്യവും ആഫിയത്തും അതിലുപരി ആ അമലുകൾ ചെയ്യാനുള്ള ഇൽമും, ആരെങ്കിലും ചെയ്യുന്നതിന്റെ പിന്നാലെ പോയി അമലുകൾ നിഷ്ഫലമാകുന്ന സാഹചര്യങ്ങളെ തൊട്ട് അല്ലാഹു നമ്മുടെ ഹജ്ജാജിമാരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോ വലിയൊരു പ്രശ്നം ഞാൻ പറയാം. ഇന്ന് ഉച്ചന്റെ ശേഷം 3 ആളുകൾ മിനയിൽ നിന്ന് വിളിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾ ആരെങ്കിലും ഈ സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, സാധുവായ ഞാൻ മിഞ്ഞാനാണ് എന്റെ ഓർമ്മ, ഹജ്ജും സാധാരണക്കാരും എന്നൊരു വിഷയം ഞാൻ ഇതിന്റെ 2ാം ഭാഗം വരുന്നു. ആ 2ാം ഭാഗം വന്ന് ഇൻഷാ അല്ലാഹ് ഇതിപ്പോ ഹജ്ജിന്റെ മുമ്പല്ലെങ്കിലും ഇക്കൊല്ലപ്പോ നമ്മളിപ്പോ ഈ ക്ലാസ് റൂമിലുള്ള ആരും ഇക്കൊല്ലം ഏതായാലും ഹജ്ജിന് പോകൂല. ഇനിയിപ്പോ അതിനുള്ള ചാൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ വിളിച്ച റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ ഇനിയും ചാൻസ് ഉണ്ട്. തസ്രീഹൊക്കെ ലഭിച്ച ജിദ്ദയിലും മക്കയുടെ പരിസരത്തൊക്കെയും ഉള്ളവർക്ക് അവർക്ക് ദുൽഹജ്ജ് 9 അന്ന് ഇഹ്റാം ചെയ്താലും മതി. അറഫയിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ടായാൽ മതിയല്ലോ.
പിന്നെ ദുൽഹജ്ജ് 8 അന്ന് ഇഹ്റാം ചെയ്ത് മിനായിൽ പോയി രാപ്പാക്കുക, എന്നിട്ട് രാവിലെ അറഫയിലേക്ക് പുറപ്പെടുക. അതിന്റെ ഒരു സുന്നത്തായ വശങ്ങളാണല്ലോ. അപ്പോ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ മിഞ്ഞാനിങ്ങനെ പറഞ്ഞു കുറേ കാര്യങ്ങൾ. ഒരു തൊഴുത്തീബായിട്ടല്ല സാധാരണ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സാധാരണക്കാർക്ക് ഹജ്ജിൽ സംഭവിക്കുന്ന സുന്നത്തായ പാകപ്പിഴവുകളും നിർബന്ധമായ പാകപ്പിഴവുകളൊക്കെ ഇങ്ങനെ കേരി ഇറങ്ങി ഒരു വിഷയം പറയുമ്പോ അവിടെ പറ്റുന്ന ചില അബദ്ധങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ പലവരും വിളിച്ചു, ഉസ്താദെ വളരെ കറക്റ്റാ കാര്യങ്ങളൊക്കെ, വളരെ കറക്റ്റാ. എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്നും ഉണ്ടായിട്ട് പറയില്ല, ഉസ്താദ് സാധാരണക്കാരിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന വിശദീകരിച്ച കാര്യങ്ങളുണ്ടല്ലോ, വളരെ കറക്റ്റാണ് ആ കാര്യം. അതെല്ലാം മക്കയില് തവാഫിലും സഈലും അതുപോലെ തന്നെ അറഫയിലും അതുപോലെ തന്നെ മുസ്ദലിഫയിലും എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു എല്ലാം കറക്റ്റാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ വളരെ ശ്രദ്ധിക്കണം. 3-4 മിനയിൽ നിന്ന് വിളിക്കാൻ, സാറേ ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് ഹജ്ജിന് വന്നവരാണ്, പക്ഷെ ഞങ്ങൾക്ക് ജമ്മും കസറും പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ വിശദീകരിച്ചു. ഞാൻ അവർക്ക് ഒരു ചെറിയ നിലക്ക് അവർക്ക് തിരിയുന്ന രൂപത്തില് എപ്പോഴാണ് ഷാഫിഈ മദ്ഹബില് ജമ്മും കസറും പറ്റിയാന്ന് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് അപ്പൊ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഇപ്പൊ പദങ്ങനെ കേൾക്കാണ്ട് ഷാഫിഈ മദ്ഹബില് 2ാം കൗല് പ്രകാരം ചുരുങ്ങിയ യാത്രയാണെങ്കിലും ജമ്മും കസറും പറ്റുമെന്ന് പറഞ്ഞു. ഒരു അയാള് മൂപ്പര് അത് ഞാൻ പറഞ്ഞത് എതിർത്തതല്ല, അവതങ്ങനെ കേൾക്കാൻ തോന്നും. മിനായില് പലരും ഇങ്ങനെ ജിദ്ദന് വന്നോലും മക്കത്തിന് നേരെ ഹജ്ജിന് വന്നവരും ഇനി അവര് അറഫയിലുള്ള കാര്യങ്ങളും മുസ്ദലിഫയിലുള്ള രാപ്പാർക്കളൊക്കെ കഴിഞ്ഞവർ മക്കയിലേക്ക് തന്നെ പോവുക. അവരങ്ങനെ കേൾക്കാൻ തോന്നും. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, ഞാനൊരു കാര്യം അത് നിങ്ങൾ അറിയിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കള് ഇങ്ങനെ 132 കിലോമീറ്റർ ദീർഘമില്ലാത്ത യാത്രക്കാരായി ഈ വർഷം ഹജ്ജിന് പോയവരോട് ഷാഫിഈ മദ്ഹബിൽ 2ാം കൗലുണ്ട്, ജംഇന്റെ വിഷയത്തിൽ 2ാം കൗലുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അഥവാ 132 കിലോമീറ്റർ ദീർഘമില്ലാത്ത യാത്ര, ഞാനിത് പറയാൻ കാരണം എന്താണ്, ഞാൻ 2ാം കൗല് പഠിപ്പിക്കല്ല, ജനങ്ങളെ അമല് ബാത്തിലാവാതിരിക്കാൻ ഈ 2ാം കൗല് പറയാൻ. ഞാൻ 2ാം കൗല് പറയാറില്ല. കാരണം ഇന്നിപ്പോ അതിന്റെ ഇടയിൽ ഒരു കാര്യം ഒന്നത് കേറി പറയാം, ഒന്ന് ശ്രദ്ധിക്കണം. ഓരോരുത്തരും വിളിച്ചിട്ട് സാറേ ഹനഫി മദ്ഹബിൽ അങ്ങനല്ലേ, ഷാഫി മദ്ഹബ് തന്നെ തീരെ പഠിച്ചാത്തപ്പനാ പിന്നെ ഹനഫി മദ്ഹബ് ചോദിച്ചാൽ ഞാൻ അല്ല സാറേ അത് നമുക്ക് ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു ഇതില്ല, അപ്പൊ നമുക്ക് അതുമായി ചെയ്തു. ഞാനൊരു കാര്യം അത് പറയാം, അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഈ മദ്ഹബ് മാറല് ഇപ്പൊ ഈ ഹജ്ജിന്റെ സീസണില് പ്രത്യേകിച്ച് തവാഫിലൊക്കെയാണ് ഇപ്പൊ അത് ഈ ചോദ്യം വർത്താനൊക്കെ വരും. ഞാൻ അതിനൊരു വർത്താനം കണ്ടത് പറഞ്ഞത് അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റാണ്. ഇന്റെ നാട് കൈപ്പുറം അല്ലേ, കൈപ്പുറമാണ് ഞാൻ വളർന്നു വലുതായ, എന്നെ ജനിച്ചു വളർന്നു വലുതായ എന്റെ നാട് കൈപ്പുറമാണ്. നമ്മളെപ്പോഴാ കൈപ്പുറത്തുനിന്ന് മാറുക? ഞാൻ പരമാവധി വിഷമം സഹിച്ച് കൈപ്പുറത്ത് തന്നെ ജീവിക്കാൻ നോക്കും അല്ലേ. ചിലപ്പോ എന്റെ നാട്ടിൽ വേണ്ടതുപോലെ വെള്ളം ഉണ്ടാകൂല, എന്റെ വീട്ടിലേക്ക് വേണ്ടത്ര സൗകര്യമുള്ള വഴി ഉണ്ടാകൂല, ചിലപ്പം എന്റെ ചുറ്റുഭാഗത്തുള്ള അയൽവാസികൾ അത്ര സുഖം ഉണ്ടാവൂല. ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവട്ടെ, ഞങ്ങൾക്ക് വിഷയം പറയാനാണ്. എന്റെ 4 ഭാഗത്തുള്ള അയൽവാസികൾ രണ്ട് കൂട്ടക്കാരെ അൽഹംദുലില്ലാഹ് എന്റെ ജ്യേഷ്ഠനും അഞ്ചനും തന്നെയാണ്. മറ്റേ അയൽവാസികളൊക്കെ നല്ല റാഹത്ത്. അപ്പൊ ഞാൻ ഒരു സാധാരണ അവസ്ഥ പറയാം, അയൽവാസികൾ ചിലപ്പോ അങ്ങനൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ എന്റെ രാജ്യം വിടുവോ? നിങ്ങൾ പറയും കരീമേ ഇവിടെ ഏറെങ്കോളത്തെ സുഖമില്ല, ഞാൻ പാലക്കാട്ട് പോവുക, നമ്മളാരെങ്കിലും പറയും ഇല്ല. പരമാവധി വിഷമം സഹിക്കും അല്ലേ, പരമാവധി വിഷമം സഹിക്കും നമ്മൾ. ഇന്നത്തും നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു ഘട്ടം വന്നാല് ഇനി സ്വന്തം നാട് വിടുക, ഇനി രക്ഷയില്ല. അതാണ് നമ്മുടെ മക്കയിൽ നിന്ന് റസൂലുള്ളാഹിയും സഹാബത്തും മദീനയിലേക്ക്. ഒരിക്കലും താല്പര്യമില്ലല്ലോ.
സംഗതി സഹാബത്തിനും താല്പര്യമില്ല, റസൂലുള്ളാഹിക്കും താല്പര്യമില്ല മദീനയിലേക്ക്. പക്ഷേ മക്കയിൽ ഒരു രക്ഷയുമില്ല. ഇനി അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് നബിയും സഹാബത്തും മക്ക വിട്ടത്. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ, എല്ലാവരെയും അവസ്ഥ അങ്ങനെ തന്നെ. സ്വന്തം രാജ്യം വിടണമെങ്കിൽ ഇനി അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം എന്തേ കാരണം, ഞാനിപ്പോ ഏലംകുളത്ത് കരീമിന്റെ നാട്ടിൽ പോയിട്ട് നല്ല ഓതിന്റെ വക്കിന് ഒരു 10 സെന്റ് സ്ഥലം, 360 ദിവസം നിറഞ്ഞൊഴുകുന്ന കിണറുള്ള വെള്ളമുള്ള കിണറ്, നല്ല സൗകര്യം. ആ വീട്ടിലെ 4 പുറത്തേരും സ്വഭാവം എന്താണ് അറിയങ്ങള്? ആ ഒരു അയൽവാസി ചോറുണ്ടാക്കിയിട്ടില്ലെങ്കിൽ 4 പുറത്തേരും ചോറ് കൊണ്ടുവരും. എന്തോ ഒരു സ്നേഹമുള്ള നാഥ. അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഞാൻ എന്റെ കൈപ്പുറം ഒഴിവാക്കൂല. ഓരിങ്ങനെ സ്വർണ്ണ പാർട്ടിയിൽ എന്നെ കിടത്തിറക്കാമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ നാട് ഒഴിവാക്കൂല. എന്റെ കാരണം ഞാനൊരു ഈ മദ്ഹബുമായിരുന്ന വാർത്താണ് ഞാൻ പറഞ്ഞത്. എന്റെ കാരണം, ഞാൻ ഏലംകുളത്ത് പോയിട്ട് താമസം തുടങ്ങി. ഞാൻ മരിച്ചൂന്ന് വെക്കുക ഏലംകുളത്ത് വെച്ചിട്ട്. ഞാൻ അങ്ങനത്തെ താമസം മാറ്റി ഞാൻ മരിച്ചത് ഏലംകുളത്ത് വെച്ചിട്ടാണ് എന്ന് വെക്കുക. എന്താ ആൾക്കാരിനെ പറ്റി പറയാം? 4 നമ്മളാ വന്ന താമസാക്കിയൊരു മൊയ്ലിയരില്ല, അയാൾ മരിച്ചത്രേ അല്ലേ? അങ്ങനല്ലേ പറയുള്ളൂ. സാദിക്കൊയ്ലിയര് മരിച്ചു എന്ന് പറയില്ല. ഇപ്പൊ തന്നെ എവിടെ വന്നിട്ടൊരു താമസം തുടങ്ങിയില്ലേ ഒരു മൊയ്ലിയരും കുട്ടിയതും, അയാള് മരിച്ചത്രേ. വന്നുകൂടിയവർ നമ്മുടെ ഹാഷിം കൊയിലാത്ത് പറഞ്ഞ മാതിരി വന്നുകൂടിയവർ മരിച്ചത്രേ. വന്നുകൂടിയൊരു പന്താലത്ത് വന്നില്ല, ആ മൊയ്ലിയര് മരിച്ചത്രേ. നേരെ മരിച്ച് ഞാൻ കൈപ്പുറത്ത് വെച്ച് മരിക്കുമ്പോ എന്താ പറയാ, നമ്മളെ കുഞ്ഞാപ്പൊയിലേരെ മകൻ മരിച്ചത്രേ. നോക്കിങ്ങള് ആ വാക്കിന്റെ ഒരു വ്യത്യാസത്രേ. ഞാൻ കൈപ്പുറത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ എന്റെ നാട്ടേര് പറയെന്താ, നമ്മളെ സാദിക്ക് മരിച്ചത്രേ, നമ്മളെ കുഞ്ഞാപ്പൊയിലേരെ മകൻ, നമ്മളെ കുഞ്ഞാപ്പൊയിലേരെ മകൻ അല്ലേ? ആ വാക്കിന്റെ ഒരു മാധുര്യം വേറെ. വന്ന് താമസം തുടങ്ങിയ ആള് മരിച്ചത്രേ എന്നുള്ളതും നമ്മളെ കുഞ്ഞാപ്പൊയിലേരെ മകൻ മരിച്ചത്രേന്ന് പറഞ്ഞ പാതി വ്യത്യാസം. അതുകൊണ്ട് എന്ത് വിഷമം സഹിച്ചാലും നാട് വിടാൻ നമ്മൾ ചെയ്യാറില്ല. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് ഇബാദത്തിലും വേണം. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയി വന്നത് നമ്മുടെ ശാഫിഈ മദ്ഹബിലാണ്. പിന്നെ ഞാൻ നല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. മദ്ഹബ് വേറെ മദ്ഹബ് മോശമായതുകൊണ്ട് എന്ന അർത്ഥത്തിലല്ല. നമ്മുടെ മദ്ഹബിൽ ഒരു അമല് ചെയ്യാൻ ചിലപ്പം സ്വല്പം വിഷമങ്ങൾ ഉണ്ടാകും. നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫിഖ്ഹിയായ മസ്അല നമുക്കറിയുമെങ്കിൽ, നമുക്കറിയുന്നത് നമ്മുടെ മദ്ഹബിലെ ചില മസ്അലകളാണ്. അല്ലാതെ മറ്റു മദ്ഹബിലെ മസ്അലൊന്നും ഇപ്പൊ നമുക്കറിയില്ലല്ലോ. ശാഫിഈ മദ്ഹബിലെ ഒരു നിസ്കാരം പൂർത്തിയാക്കാനുള്ള, ഒരു റക്അത്ത് പൂർത്തിയാക്കാനുള്ള മസ്അല പോലും അറിയാത്ത നമ്മള മക്കത്തെന്നെങ്ങാണ്ട് ഹനഫി മദ്ഹബ് വിളിച്ചു ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതപ്പോ ഞാൻ എന്താ പറയാ? അത് ഉസ്താദ് എപ്പതെങ്ങനെ പറഞ്ഞു കേൾക്കാണ്ട് അവരെന്ത് പറഞ്ഞു സംഗതി അറിയാനിട്ടൊന്നല്ല. ഒരു സാധാരണക്കാരൻ മദ്ഹബ് മാറിയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പനി എത്ര എടുക്കണം? ഇന്നിപ്പം ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ എന്താണ്? വീതിയുള്ള തോത് എടുത്ത് ചാടും പോലെയാണ്. നല്ല ഒരു ഏകദേശം 3 മീറ്റർ വീതിയുള്ള നല്ലൊരു തോതാണെന്ന് വെക്കുക. ഇത് ഹൈജമ്പ് എന്നാ പറയാമോ അല്ലെ? ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എടുത്തു ചാടാൻ കഴിവില്ലാത്തൊരു വ്യക്തി എടുത്തു ചാടിയ എന്താ ഉണ്ടാവുക എന്നാണ് ഞങ്ങള് ഈ തോതിന്റെ വക്കുമെന്ന് വുദും ചെയ്തു, അങ്ങേപോത്തേക്ക് എത്തും ചെയ്തില്ല. ഈ വള്ളത്തിൽ ചാടിയിട്ട് ഓന് ഒളിച്ചുപോയി, ഓനത് ഒളിച്ചു പോവും അല്ലേ? ഓന് ഈ തോതി എടുത്ത് ചാടാൻ അറിയാത്തവൻ, ഞാൻ ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഈ തോത് എടുത്ത് ചാടാൻ അറിയാത്തവൻ എടുത്ത് ചാടിയാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങേപോത്തേക്ക് എത്തും ചെയ്തില്ല, ഇബന്ന് ബുധും ചെയ്തു. ഓന് നല്ല വള്ളം നിറഞ്ഞു നിൽക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരൊറ്റ പോക്കാന്ന് പോകും. ഓന്റെ ജീവൻ തന്നെ ഉണ്ടാവില്ല. അല്ല വള്ളമില്ലാത്ത തോടാണെങ്കിലോ ഓന്റെ കയ്യും കാലും മുറിഞ്ഞ് അവിടെ കിടക്കേണ്ടി വരും.
എന്ന മാതിരിയാവും മദ്ഹബ് മാറിയ, പഠിക്കാതെ മദ്ഹബ് മാറിയ. ഷാഫി മദ്ഹബ് വുദും ചെയ്തു, ഹനഫി മദ്ഹബിലേക്ക് എത്തും ചെയ്തില്ല, ഓന്റെ അമല് ഒലിച്ചത് പോകും. നിങ്ങൾ ഈ ക്ലിപ്പ് ദിക്കാക്കിയിട്ട് ഹജ്ജിന് പോയവർക്കൊക്കെ അത് വിട്ടുകൊടുക്കണമെന്ന് എനിക്കും അറിയാനുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കണം. ഈ ഭാഗത്ത് നിന്ന് വിട്ടു അടുത്ത ഭാഗത്തേക്ക് എത്തിയില്ല. തോട്ടിന്റെ നടുവില് വള്ളം ഉണ്ടെങ്കിൽ വള്ളത്ത് കൂടെ ഒളിച്ചു പോവും, അല്ലെങ്കിൽ കയ്യും കാലും മുറിഞ്ഞ് അവിടെ കിടക്കുമെന്ന്. പിന്നെ ഓനെ നീപ്പിച്ചാൻ വേറെ ആരെങ്കിലും ചെല്ലേണ്ടി വരും. എന്നാ മാതിരി ഷാഫി മദ്ഹബ് വിട്ട് ഹനഫി മദ്ഹബിലേക്കൊന്നും എത്തും ചെയ്തില്ല, ഓന്റെ അമലക്കാകെ കയ്യും കാലും ഒതിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ വലിച്ച വിവരമുള്ള മൊയ്ലിയന്മാരും ഓനെ കാണുകയാണെങ്കിൽ മനഞ്ഞി ജീവിതം ഇങ്ങനെ കാട്ടിക്കാലാണെങ്കിൽ തൽക്കാലം ഒഴിഞ്ഞ് ശരിയാക്കിയിട്ട് അത് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഈ മദ്ഹബ് മാറുക എന്നുള്ളത് അത്ര ഒരു എളുപ്പമുള്ള മാർഗമൊന്നുമല്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളെ ഓർമ്മയിൽ ഇപ്പൊ അത് വരും. ഇപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങളെ ഓർമ്മയിൽ അത് വരും. ഞാനിക്ക് വിശ്വാസയോഗ്യമായ ഒരാളിൽ നിന്ന് കേട്ട കാര്യമാണ് ഞാനത്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആരാ ഇ.കെ.? ഇൽമിന്റെ വിഷയത്തില് അല്ലേ? ഇൽമിന്റെ വിഷയത്തില്, ഷാഫി മദ്ഹബൊക്കെ അറിയുന്ന വിഷയത്തില് ആരാണ് ശംസുൽ ഉലമ? നമ്മുടെ ടി.സി. ഉസ്താദൊക്കെ ക്ലാസ് റൂമിലുണ്ട് അല്ലേ? ചിലപ്പോ ഞമ്മളൊക്കെ ശംസുൽ ഉലമാന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ശംസുൽ ഉലമയുടെ നേരെ ശിഷ്യനാണ് മഹാനായ ടി.സി. ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ആയുസ്സ് നൽകട്ടെ. മഹാനായ ടി.സി. ഉസ്താദിനൊക്കെ നല്ലോണം അറിയാം ശംസുൽ ഉലമയുടെ ഇൽമിന്റെ ആഴം. ഞാൻ അത് പറയുമ്പോ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ തെറ്റിപ്പോന്നൊന്നും പറയാൻ അതുപോലെ നമുക്ക് പിന്നെ വേറെ ചർച്ചയ്ക്ക് പോവാ. അപ്പൊ ചിലപ്പോ ക്ലാസ് റൂമിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ആക്കിയെന്നൊക്കെ ചോദിച്ചു. അത് നമുക്ക് ഞാൻ ഇൽമിന്റെ വിഷയത്തിലാണ്. ഇൽമിന്റെ വിഷയത്തിൽ ശംസുൽ ഉലമ ശൈഖുന ഇ.കെ. അസ്സം മൊയ്ലിയർ പറഞ്ഞിട്ടുണ്ട് ശംസുൽ ഉലമയെ കുറിച്ച്. ഞാൻ ഓരോ ഉസ്താദുമാരെ ചരിത്രം വിശദീകരിക്കുന്ന കേട്ടതാട്ടോ. 2 ചിറകുണ്ടെങ്കിൽ ശംസുൽ ഉലമ പറക്കുന്നു. അതിനാ മാത്രം ഇൽമുണ്ട്. അതിനാ മാത്രം ഇൽമുണ്ട് ആർക്ക്? ശംസുൽ ഉലമക്ക്. ഇൽമിന്റെ കാരണത്താൽ അന്തരീക്ഷത്തിലൂടെ പറക്കാൻ കഴിവുള്ള പണ്ഡിതനാണ് ശംസുൽ ഉലമ. ഞാൻ ഇത്രത്തോളം ഇത് പറയുന്നത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ്. ആ ശംസുൽ ഉലമ ഹജ്ജിന് പോയിട്ട് 3 പ്രാവശ്യം തവാഫിന്റെ ഇടയിൽ ഒളുണ്ടാക്കി. അത് ഇഫാദത്തിന്റെ തവാഫയിക്കോന്നില്ല. അതിനിപ്പോ അതൊന്നും ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തരാൻ നേരമില്ല. നല്ലോണം മെനക്കെടണം. ഞാൻ മിഞ്ഞാന്റെ ക്ലാസ്സിൽ കറ തീർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോവാൻ ഒരുങ്ങിയിട്ട് കല്ലുകുത്തിയ കുടുംബത്തിൽ യാത്ര പറയാൻ നടന്നിട്ട് അവസാന ഹജ്ജിന്റെ യാതൊരു ഇൽമുമില്ലാതെ മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ പറ്റി ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഈലാഹിലും അതുപോലെ പല ഫുഖഹാക്കളും അവരുടെ ഹജ്ജിന്റെ ബാബിന്റെ തുടക്കത്തിൽ വിശദീകരിച്ചിറക്കി. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കണം എന്നെനിക്ക് പറയാനുള്ളത്. അത് ഇന്റെ ക്ലാസ് കേൾക്കണം നിനക്കല്ല, KMIC ഒരു ക്ലാസ് എന്ന നിലക്ക് നിങ്ങൾ അത് കേൾക്കേണ്ടതാണെന്നുള്ളത്. ഇതിന്റെ 2ാം ഭാഗം ഞാൻ പറഞ്ഞപ്പോ അതിന് പറ്റിയ സമയമല്ല. എന്തെല്ലാം അബദ്ധങ്ങൾ. അപ്പൊ ഈ ഫാലത്തിന്റെ തവാഫില് പിന്നെ ചിലപ്പോൾ 1ാം തഹല്ലുല് കഴിഞ്ഞിക്കണമെങ്കിൽ എന്തിനു സാധിക്കും? അവരെ കയ്യോളാണ് ഷോക്സൊക്കെ ഇട്ടെങ്ങാണ്ട് തവാഫ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് അല്ലാത്ത തവാഫിലായിരിക്കാം, അല്ലെങ്കിൽ ഹജ്ജിന് പോയിട്ടുള്ള ഉംറന്റെ തവാഫിലായിരിക്കാം. ശംസുൽ ഉലമ 3 പ്രാവശ്യം മത്താഫിൽ നിന്ന് പോയിട്ട് ഒതുണ്ടാക്കി തിരിച്ചു വന്നു. അതായത് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ശംസുൽ ഉലമയുടെ ഒളു മുറിഞ്ഞ കാരണത്താൽ അന്നും ശംസുൽ ഉലമക്ക് അത്യാവശ്യം പ്രായയിക്കുന്നു. അപ്പൊ ആരോ ചോദിച്ചത്രേ ശംസുൽ ഉലമയോട്. അതാ ഞാൻ പറയുന്നത്, ഒരു എത്തും പൊത്തും തിരിയാത്ത ആൾക്കാരപ്പം നീനായിൽ വെച്ചിട്ട് മദ്ഹബ് വിശദീകരിക്കും. ഞാൻ വളരെ ഗൗരവത്തിലാ പറയുന്നത്. വെറുതെ ജനങ്ങളുടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വർഷം ഹജ്ജിന് പുറപ്പെട്ട ഏതെങ്കിലും ശ്രോതാക്കളിലേക്ക് ഈ ക്ലിപ്പ് എത്തുകയാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നു,
നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ഒപ്പമുള്ള സാധാരണക്കാർക്ക് മിനായിലും അറഫായിലും വെച്ച് ഓരോ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കൊടുത്ത് അവിടെ മദ്ഹബ് അങ്ങനെയാണ്, ഇവിടെ ഷാഫി മദ്ഹബിലെ രണ്ടാം കൗൽ ഇങ്ങനെയെന്നും പറഞ്ഞിങ്ങാണ്ട് അവരുടെ അമൽ നിങ്ങൾ വാത്തിലാക്കാൻ നിൽക്കണ്ട. ഈ ക്ലിപ്പ് കേൾക്കുന്ന ഈ വർഷത്തെ ഹജ്ജാജികളോട്, ഇനി അടുത്ത വർഷം പോകാൻ ഉദ്ദേശിക്കുന്ന ഹജ്ജാജികളോട് ഞാൻ പറയാണ്, എനിക്കതിനെപ്പറ്റി വിവരമില്ല, എന്നോട് നിങ്ങൾ അതിന് ചോദിക്കണ്ട. കഴിഞ്ഞ് ഞാൻ ഇപ്പൊ മിന്നാത്തെ ക്ലാസ് പറഞ്ഞല്ലോ, ഇപ്പൊ പലവരുമായി ചില വിഷയങ്ങളെ ഹജ്ജുമായി ബന്ധപ്പെട്ട് എനിക്ക് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാം, എനിക്ക് ഉറപ്പില്ല. അല്ല ഉസ്താദ്, ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഉസ്താദ് അങ്ങനെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഉറപ്പിട്ടുണ്ട് ആ ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും വിശ്വാസയോഗ്യമായ ഉസ്താദായിരിക്കുന്നത്. ഇപ്പൊ പൊന്മത് ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഞാൻ ആയിക്കോട്ടെ, നമുക്ക് രണ്ടഭിപ്രായം ഇല്ല അല്ലേ സവാമ, നമുക്ക് പിന്നെ രണ്ടഭിപ്രായം ഇല്ല. പൊന്മത് ഉസ്താദ് ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞു, അബൂറയ്യ ഉസ്താദ് ഓക്കെ, നമുക്ക് ചിന്തിക്കാല്ലോ. ഞാൻ ചിലപ്പോ കിതാബൻ നോക്കിക്കോളുന്നില്ല, പൊന്മത് ഉസ്താദ് അങ്ങനെ പറഞ്ഞിരിക്കണേ, ഞാൻ കിതാബൻ നോക്കാൻ പോകില്ല. പൂർവ്വമായി ചിലപ്പോ അങ്ങനെ തന്നെയോടെ ചില സംശയങ്ങൾ വരാനൊക്കെ സാധ്യത ഉണ്ട്. നേരെ മറിച്ചപ്പോ മക്കത്തെ ഏതൊരു മൊയിലേര് അങ്ങനെ പറഞ്ഞു, അബൂറയ്യ നിക്കറിയില്ല. അല്ല ഉസ്താദ്, അതൊരു ഉസ്താദ് ഒരു അമീറായി വന്ന കൊത്ത മൊയിലേരെ നിക്കത് അറിയില്ല. ആ മൊയിലേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നിക്കാ വിഷയം ഉറപ്പില്ല, ഞാൻ കിട്ടുകയാണെങ്കിൽ നോക്കി. എന്തിനപ്പൊ നമ്മളവർ തമ്മിൽ നിങ്ങളെ പറ്റാവുന്നവരോട് ചോദിച്ചോളി, ആ മൊയിലേര് പറഞ്ഞത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ ചെയ്തോളി. ഞാനിപ്പത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ നിങ്ങളെ അമല്, നിങ്ങൾ ഹജ്ജിന് വന്ന മനുഷ്യന്മാരാ, ലക്ഷങ്ങൾ ചെലവഴിച്ച് വന്നവരാണ്, അതങ്ങനെ പറ്റുമെന്ന് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ ഹജ്ജാണ്. എല്ലാ മാസവും ഹജ്ജ് അറിഞ്ഞുകൊണ്ടിരിക്കണില്ല. നിങ്ങൾ ജനാപത്തിനെ കുറിച്ച് ചോദിച്ചോളി, തന്തം 3 ദിവസം കൂടുമ്പോ പുലി അടക്കുന്നുണ്ട്. ഞങ്ങള് ഇന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ ജനാപത്ത് കുലിയ 2-3 ദിവസം കൂടുമ്പോ നടക്കുന്നതാ. അപ്പൊ അതിനെപ്പറ്റി നല്ല പരിചയം ഉണ്ടാവും. അവരെ പേച്ചങ്ങനെ ഇവരെ പേച്ചങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട്. അതേമാതിരിക്കല്ലല്ലേ ഹജ്ജ്. ഞാൻ എന്റെ ജീവിതത്തിൽ അമീറായി പോയിട്ടില്ല, ഹജ്ജിന് തീരെ ഹജ്ജ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളൊരു ഹജ്ജിനൊക്കും പെയ്ക്കണമെങ്കിൽ വളരെ സാധാരണക്കാരേക്കെന്നൊരു അബദ്ധം പറ്റുമ്പോ ചിലപ്പോ നമ്മൾ അതൊക്കെ നോക്കി അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ കിതാബ് ഓതുന്ന കാലത്ത്, മഹല്ലി ഓതുന്ന കാലത്ത് ഹജ്ജിന്റെ ബാബ് ഓതിയിട്ടുണ്ട്. പിന്നപ്പം ഇങ്ങനൊക്കെ ഓരോ സാധാരണക്കാര്, പിന്നപ്പൊ തത്വത്തോലെ ഹജ്ജിനെ കുറിച്ച് ഞാൻ നോക്കിയത് ഈ KMIC വന്നതിന് ശേഷം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ KMIC കാണുന്നത്. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ കാണുന്നുണ്ട്. കാരണം KMIC വന്നതിന് ശേഷം 3-4 ഹജ്ജ് കഴിഞ്ഞിപ്പോ അല്ലേ, ഇത് 4ാമത്തെ ഹജ്ജാണ് തോന്നുന്നു. ഞാൻ KMIC വന്നിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാമത്തെ ഹജ്ജാ. ഈ 4 കൊല്ലത്തിൽ ഓരോരുത്തരും വിളിക്കുക, അതെങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്താ. അപ്പൊ നമ്മൾ നോക്കും, ഒരു മസല നോക്കുമ്പോ വേറെ കുറെ മസല കാണും. അപ്പൊ അങ്ങനെ നമ്മൾ ഹജ്ജിന്റെ കുറെ കിതാബുകളും ബാബുകളും നോക്കി. ഇക്കൊല്ലം ഞാൻ കുറെ നോക്കി വെച്ചാണ്. ഞാൻ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോ പെട്ടെന്ന് പറഞ്ഞു വെക്കാം. ഞാൻ അങ്ങനെ കുറെ സങ്കല്പിച്ചു. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒരു സങ്കല്പം ഞാൻ ഉണ്ടാക്കി. ഒരാളങ്ങനത്തെ വീണുങ്ങാണ്ട് കയ്യ് മുറിഞ്ഞു. അപ്പൊ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. അപ്പൊ അങ്ങനെ കയ്യുമ്മ പ്ലാസ്റ്റർ ഇട്ടാൽ എന്ത് വേണം? ആ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കണം അല്ലെ. നിസ്കാരം മടക്കി നിസ്കരിക്കണം. മസല തയമ്മുമിന്റെ അവയവത്തിലാണ് കേട് വന്നതെങ്കിൽ ഓന് നിയമങ്ങൾക്കും പാലിച്ച് അപ്പൊ നിസ്കരിക്കണം. പിന്നെ ആ നിസ്കാരം മടക്കി നിസ്കരിക്കും വേണം. അപ്പൊ ഒരാൾ ഹജ്ജിൽ അങ്ങനെ സംഭവിച്ചാലോ, ഒരാള് മക്കത്തന്നാണ് വീണിട്ട് ഓന്റെ കൈയിന്റെ എല്ലാം അങ്ങോട്ട് പൊട്ടി. അങ്ങനെ ഓന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റർ ഇട്ട്. പക്ഷെ തയമ്മം ചെയ്യാൻ ഒലു വേണം. പക്ഷെ ഇവിടെ ഒലോയിന്റെ പകരം തയമ്മുമാണ്. ഈ തയമ്മും നിസ്കാരത്തിനാണെങ്കിൽ ഈ നിസ്കാരം പിന്നെ മടക്കേണ്ട നിസ്കാരാണ്. അപ്പൊ ഈ കോലത്തിൽ തയമ്മം ചെയ്താൽ ഓൻ പിന്നെ തയമ്മം മടക്കാം. ഈ കോലത്തിൽ തയമ്മം ചെയ്ത് തവാഫ് ചെയ്താൽ പിന്നെ ഓൻ മടക്കണോ? നമ്മളിങ്ങനെ സങ്കല്പിച്ചിട്ട് നോക്കിവെച്ച് ആവശ്യാവുന്ന്. ഞാൻ ഇന്നലെ മിഞ്ഞാത്തെ ക്ലാസ് പറഞ്ഞ മാതിരി ക്ലാസ് കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. അങ്ങനെ നമ്മൾ ഹജ്ജിന് മസല പഠിക്കുക. ഇത് ഞാനൊരു ദീർഘയാത്രയാണ്. ചിലപ്പോ എനിക്ക് വിവരമില്ല. ഇങ്ങനൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ മക്കയിലുണ്ടായാൽ ഞാൻ എന്തു ചെയ്യണം? സങ്കല്പിച്ചൂടെ? സങ്കല്പല്ലല്ലോ, യാഥാർത്ഥ്യങ്ങളല്ലേ ഇതൊക്കെ. എത്ര ആള് വീണ് കയ്യും കാലും മുറിന് തിക്കിലും തിരക്കിലും പൊറ്റിട്ട് പിന്നെ അവനെ കൊണ്ട് പിന്നെ കയ്യിന് പ്ലാസ്റ്റർ ഇതിന് അല്ലെങ്കിൽ ബാൻഡേജ് ഇരിച്ചിന് അത് കഴിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യുമ്പോ മടക്കി നിസ്കരിക്കുക.
നിസ്കാരാണെങ്കിൽ ഈ ടൈമം കൊണ്ട് മടക്കി നിസ്കരിക്കണം. അപ്പൊ തവാഫാണെങ്കിൽ ആ തവാഫ് പിന്നെ മടക്കണോ? ഇങ്ങനെ ടൈമം ചെയ്തിട്ട് തവാഫ് ചെയ്താൽ തവാഫ് സഹിയാവോ? ഇത് പഠിക്കണ്ടേ? ഇത് നമ്മള് മക്കത്തുനിന്ന് വീണേന് ശേഷം വിളിച്ചിട്ട് കാര്യമുണ്ടോ? വീണിട്ട് വിളിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഏത് ലോകത്തെ അല്ലെങ്കിൽ ഓൻ വിളിക്കുന്ന ഉസ്താദ് ആരോ ആവട്ടെ, ഓൻ വിചാരിച്ചിന്റെ നാട്ടിൽ ഇങ്ങനെ ഉസ്താദ് നമുക്ക് ഉസ്താദിനെ കിട്ടിയില്ലെങ്കിൽ, ആ ഉസ്താദ് ചിലപ്പം ഫോണ് വേറെ വെച്ച് മറന്നു പോയെങ്കിൽ, ആ ഉസ്താദിന്റെ മൊബൈൽ ആരെങ്കിലും പോക്കറ്റ് അടിച്ചു പോയെങ്കിൽ ഇപ്പം വിളിച്ചാൽ കിട്ടുമോ? റബ്ബ് കാക്കട്ടെ ആമീൻ. ഞാൻ പറയുന്നത് എന്താ, ഞാൻ നിങ്ങളുടെ ഒരു പോയിന്റ്, എന്റെ സ്ത്രീകൾ നല്ലോണം പഠിക്കേണ്ട വിഷയം. നിങ്ങൾ മെൻസസ് ഗുളിക കഴിച്ച് ബ്ലോക്ക് ആക്കിയാണ് പോവുകയാണെങ്കിലും റബ്ബെ, ഞാൻ ഈ മരുന്നാണ് കഴിച്ചത്, മരുന്നിന് ശിഫ നൽകേണ്ടത് അള്ളയാണ്. ലേഡി ഡോക്ടർ പറഞ്ഞിട്ട് 3 ഒപ്പം കഴിച്ചാൽ 3 മാസത്തിന് ആ സംഗതി തന്നെ ഉണ്ടാവൂല എന്നാ പറഞ്ഞത്. ഈ മരുന്നിന് അള്ള ശിഫ നൽകിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല തീർച്ച ഉസ്താദെ, ഈ മെൻസസ് ബ്ലോക്ക് ആവാനുള്ള ഉലിക കഴിച്ച ഒരു പെണ്ണ് മക്കത്ത് പോവുക, മുമ്പൊക്കെ പോവുക, ഈ ഉലികക്ക് ശിഫ അള്ള കൊത്തിയിലാന്ന് വെക്കുക. ഉലികൊക്കെ ഒരു കഴിച്ചോ മക്കത്തെറ്റപ്പോ ഇതെന്തായി? എന്തായി എന്തായി നമുക്ക് പോകുമ്പോ ഒന്ന് പൊളിച്ച എന്തേ പണി? ഈ വയനാട്ടിൽ കിടക്കുന്ന മൂത്തന്മാരെ ഇളയപ്പാടെ പേരക്കുറ്റിലേക്ക് ഈ അജ്ജിയാത്ര അറിയാൻ പോകുന്നില്ല, ഈ മസ്ജിദ് വലിച്ചിട്ടില്ല. ഞാനൊരു പെണ്ണാണ്, ഞാനൊരു മെൻസസ് പീരിയഡിന്റെ കാലാവധി കഴിയാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് ഞാൻ ഉലികൊക്കെയും കഴിച്ചിട്ട് തന്നെയാണ് ഉമ്മക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നത്. അഥവാ മക്കത്ത് എന്നെങ്ങാണ്ട് അയൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ മസാല? ഞാനത് ഏതെങ്കിലും ഒരു ഉസ്താദിനോട് ചോദിച്ചു തളപ്പിച്ച് വെക്കട്ടെ, ഞാനൊരു പുസ്തകത്തിൽ എഴുതി കൊണ്ടുപോകട്ടെ. കാരണം പെണ്ണുങ്ങളല്ലേ വിമാനം കണ്ടാൽ മസ്ജിദിലേക്ക് മറക്കും, നടാതെ പോകുന്ന പെണ്ണുങ്ങളെക്കാലോ ഇവിടുന്ന് മസ്ജിദിലേക്ക് എനിക്ക് കാണാപാഠം വലിച്ചു വിമാനത്തിലാണ് കയറി വെക്കുമ്പോ ആകെ കൂടുതൽ ബേജാറും വെപ്പറാളും. പുറത്തേക്ക് തുപ്പാൻ ജനലില്ലാന്നു മുമ്പ് പമ്പന്നോല്. വിമാനത്തിൽ സംഗതിയൊക്കെ നല്ല സുഖമാണ്, പുറത്തേക്ക് തുപ്പാൻ ജനലില്ല. ഒരു പെണ്ണ് അജ്ജയിഞ്ഞാണ്ട് ഓരോ വിവരങ്ങൾ, ആ വിമാനല്ലേ നല്ല സുഖം, എന്തായാലും ഇരിക്കാൻ സുഖം, പക്ഷെ പുറത്തേക്ക് തുപ്പാൻ ജനലില്ല. കാരണം മൂപ്പത്തേക്ക് ഇപ്പൊ പേരേന്ന് പുറത്തേക്ക് ജനൽ വൈക്ക് തുപ്പ പരിചയമുള്ളൂ. അപ്പൊ നമ്മള് ഫ്ലൈറ്റിലേക്കാണ് കയറുമ്പോ എല്ലാം മറക്കും. അപ്പൊ നമ്മളൊരു പുസ്തകത്തിൽ എഴുതിയൊക്കെ ഹജ്ജിന് മുമ്പിലേ ഞാൻ മക്കയിൽ ചെന്നു, ഇഹ്റാം എന്താണ്, ഞാൻ ഈ മൊഹിരിമത്തായി അവിടെ എത്തി, എന്റെ ഉമ്മയുടെ തവാഫ് കഴിയുന്നതിന് മുമ്പ് മെൻസസ് തുടങ്ങി. ഇനി അവരെ ആ മെൻസസിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാവോലെ നിൽക്കാൻ എനിക്കെന്തില്ല, മക്കയിൽ അധികാരമില്ല, വിസയില്ല, കാലാവധിയില്ല, ഞാൻ എന്തു ചെയ്യും? എഴുതിക്കുക പുസ്തകത്തിൽ എഴുതി കൊണ്ടോനെന്ന് ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ മക്കത്തെ നിങ്ങളുടെ അമ്മാതിൽ കുടുക്ക് കുടുങ്ങി നിങ്ങളൊപ്പല്ല സാധാരണ അമീറായ മൊയ്ലിയതില്ലേ. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല, എനിക്ക് യാതൊരു വിവരമില്ലേ, ഞങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, എനിക്ക് യാതൊരു വിവരമില്ല. നിങ്ങളൊപ്പല്ല ഒരു സാധാരണ ഒരു അമീറില്ലേ, ആ അമീറിനോട് ചോദിച്ചു നോക്കുന്നു. ചിലപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രത്തോളം ഗൗരവത്തിലൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. ഓലും കുടുങ്ങും, ചോദിച്ചോന്നും കുടുങ്ങും, ചോദിക്കപ്പെട്ടോന്നും കുടുങ്ങും. അത്ര പ്രയാസകരമായ മസാലകളൊക്കെ ഈ ഹജ്ജിന്റെ ചില വിഷയങ്ങളിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇരുന്ന് വായിച്ച് പഠിച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി നല്ലോണം പഠിച്ച് ചെയ്യാൻ കഴിയാമല്ല, മറ്റ് ഇബാദത്തുകളെ മാതിരിയല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, അങ്ങനെ ഒരു പുസ്തകത്തെ നമ്മൾ എഴുതി കൊണ്ടുപോയി വെക്കുക. ഇതൊരു 10 പെണ്ണുങ്ങളെങ്കിലും അടുത്ത വർഷം ഹജ്ജിന് പോകുമ്പോ ചെയ്യുന്നൊരു പ്രതീക്ഷക്കുണ്ട്. ഞാനിപ്പൊ ഹജ്ജിന് പോവാൻ, അടുത്ത വർഷം ഹജ്ജിന് പോകാൻ തീരുമാനിച്ച പെണ്ണുങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. ഒരു തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്യും. ചെയ്താലുള്ള ഉപകാരം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ട് ചിലപ്പം മെൻസസ് ഒന്നും ഇല്ലാതെ ഈ ഒരു നാഫിയായ ഇൽമ് കരസ്ഥമാക്കിയ ആ സ്ത്രീയെ അള്ളാഹു മെൻസസ് ഒന്നും ഇല്ലാതെ റാഹത്തായി ഉംറ ചെയ്യാനും അല്ലെങ്കിൽ തവാഫ് ചെയ്യാനൊക്കെ ഒരു സൗകര്യം അള്ള ഉണ്ടായിക്കൊള്ളും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്നൊരു പെണ്ണുണ്ട് അടുത്ത റൂമിൽ, നമ്മളെ റൂമിന്റെ അടുത്തുണ്ടോ റൂമിൽ ഒരു ഫാമിലി. അപ്പൊ അവര് ഭയങ്കര വിഷമത്തിലാ. അവരിതേമാതിരി ഉലിക കഴിച്ച് മെൻസസ് ബ്ലോക്ക് ആക്കി വന്നതാ. പക്ഷെ മക്കത്തേക്ക് എത്തി നോക്കുമ്പോ സംഗതി തുടങ്ങിയിരിക്കുന്നു. ആകെ വിഷമിച്ചിരിക്കുക. നമ്മളാ നോട്ടിക്കേറ്റാണ്ട് ചെല്ലുക അല്ലേ ഹാഷിമെ? നമ്മളാ ആ മെൻസസ് പീരിയഡ് എന്താണ് മുഹിരിമത്തായ പെണ്ണ്
തവാഫിന്റെ മുന്നേ എന്തായി? തവാഫിന്റെ മുന്നേ മുജീബ് സിയമാര് ലൈവാണോ? മുജീബ് സിയമാര് ലൈവാണെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഏതായാലും ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കത്തതാണ്. ഒരു ഹൈല് മെൻസസ് പീരിയഡ് തുടങ്ങിയാൽ എന്ത് ചെയ്യണമെന്നുള്ള മസാല വളരെ കിളിയായിട്ട് എന്റെ ഭാഷയില് ഇങ്ങനെ കല്ലും നെല്ലും പതിരും ഇങ്ങനെ വേർതിരിച്ചിട്ട് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടല്ലേ, നമ്മളതാണ്ട് വിശദീകരിക്കാൻ ഇതിങ്ങനത്തെ ചെയ്ത മണിയായിട്ട് കിളിയായിട്ട് മണിയായിട്ട് നമ്മള് ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു ഫാമിലിക്ക് ഇങ്ങനെ അത് വിശദീകരിച്ചു കൊടുത്താക്കാന് ഒരു പറയിലെ ബ്രോസ്റ്റും കുബൂസും വാങ്ങിത്തരൂല്ലോ. മാതിരി മസാലക്ക് ഇങ്ങനെ ഓർക്കാനായിട്ട് അപ്പ കയ്യുവെച്ച് കൊണ്ടുപോയിട്ട് ഇന്റെ വക ഒരു ബ്രോസ്റ്റ് ജിദ്ദയിലല്ല സൗദിന്റെ അൽബേക്ക് ബ്രോസ്റ്റ് കഴിക്കാതെ നിങ്ങളെ ഞാൻ വിടൂലെന്ന് പറയില്ല ഓല്. കാരണം ഞാൻ ഇപ്പൊ ഉമ്മക്ക് പക്കത്ത് വന്നപ്പോ ഒരാൾക്കാണ് അൽബേക്കിന്റെ ബ്രോസ്റ്റിനാണ് ഉസ്താദ് കൈപ്പത്ത് പോകാൻ പാടില്ല. അപ്പോഴാണ് നിക്ക് മനസ്സിലായത് ഇത് ഇത്ര ബഹുമാനവും ആദരവുള്ള ബ്രോസ്റ്റാണ്. പക്ഷെ നിക്കിന്റെ പുൽജാന്റെ രസം കിട്ടിയില്ല. അത് നമ്മൾ നോക്കിങ്ങള് അല്ലേ, ഞാൻ സംഗതി അറിയാം. നിക്കിന്റെ പുൽജാനും ചോദിച്ച രസം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല നിക്കാൻ ഞങ്ങളൊക്കെ ഉറക്കൊന്ന് പോകാൻ വേണ്ടിട്ട് സവാമ എല്ലാരും ഞാൻ ക്ലാസ് റൂമിൽ ഇങ്ങനെ വന്നു നോക്കുമ്പോ എല്ലാരും എന്തോ അന്തം വിട്ട് നേർച്ച കഴിഞ്ഞാൽ പൂരപ്പറമ്പിൽ നോക്കിയ മാതിരി ഒരു അന്തല്ലാത്ത ഒരു കോലയാണ് കണ്ടീന്. അപ്പൊ നിങ്ങൾക്ക് ഉത്സാഹമായിക്കോട്ടെ ജനങ്ങളൊക്കെ ഒന്ന് വന്ന് ഇന്നലെ രാത്രിയേക്കും ക്ലാസ് റൂം കയറിയപ്പോ ഭയങ്കര വിഷമം തോന്നി. ഇന്നലെ രാത്രി 1:30 മണിക്ക് ക്ലാസ് റൂം കയറിയപ്പോ എന്തോ ക്ലോസ് ആക്കി തോന്നാൻ ഒരു 50 ആൾക്കാരുണ്ട്. ഒരു 2-3 ആൾക്കാരിങ്ങനെ അയക്കോലിണ്ടിരിക്കും. ഒരു 2-3 ആൾക്കാരുണ്ട് അയക്കോലും തീക്കോലൊക്കെ ഇങ്ങനെ നടക്കുന്നു. ബാക്കി ഒരു മനസ്സിനും കാണാനില്ല. ഒരു 2 മണി ആയപ്പോ ആശു വന്നിട്ട് അദ്ദാദിന്റെ നേരെ എപ്പോഴാന്ന് വെച്ച് ഞാൻ പോകുന്നില്ലേ. അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് ഉത്സാഹമായിക്കോട്ടെ, ആൾക്കാരൊക്കെ ഒന്ന് ഓടിക്കൂടിക്കോട്ടെ. എന്തോ ഒരു ഒച്ചും വിളി KMIC നടക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ഇത് വന്നോട്ടേച്ചിട്ട് ഞാനൊന്ന് ആയതാണ്. അപ്പൊ നോക്കിങ്ങള് അപ്പൊ ഇരിക്കട്ടെ, ഞാൻ ഏതായാലും ബാങ്കൂർക്കാരേക്ക് അതാണ് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അപ്പൊ ഞമ്മള് വെറുതെ ഞമ്മക്ക് അറിയാത്തതൊന്നും അങ്ങനെ ഇപ്പൊ ഞാൻ സവാമത്ര ഗൗരവത്തിൽ മീനേന് ഇപ്പൊ നമ്മളെ ഹജ്ജാജിമാരൊക്കെ മീനേലാണല്ലോ ഓല് പോയിക്കാൻ. അപ്പൊ മദ്ഹബ് ഫ്ലാഷായി കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ജമ്മു കസറിന്റെയും മദ്ഹബ് ഇങ്ങനെ അവരാണ് ഷാഫി മദ്ഹബിൽ എന്ത് 2ാം കൗല്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഗൗരവത്തിൽ പറഞ്ഞു. ചിലപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആ വിളിച്ച ആൾക്കാരോട് പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ കയറും, മൈക്ക കിട്ടിയാൽ ഞാനത് പറയും ചെയ്യുന്നതാണ്. ഞാൻ പോലും കേൾക്കേണ്ടായ കാലം. അപ്പൊ ഞാൻ പറയട്ടെ, ഷാഫി മദ്ഹബിൽ ഞാൻ അതിന്റെ വിശദമായ വിവരം പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം തിരിയാത്ത പുതിയ വല്ല ശ്രോതാക്കളും നമ്മുടെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും പടച്ചോനെ എന്റെ കാക്ക എന്റെ അപ്പ ജിദ്ദയിൽ ഹജ്ജിന് പോയിട്ടുണ്ട്, എന്റെ അപ്പാക്ക് വലിയ വിവരമൊന്നുമില്ല, ഞാൻ അതൊന്ന് പറഞ്ഞു മനസ്സിലായിക്കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വിരലില്ലെന്നാവുന്ന ശ്രോതാക്കളെങ്കിലും ഈ സമയത്തുണ്ടായേക്കാം എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. 132 കിലോമീറ്റർ യാത്രയല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ആ ഷാഫി മദ്ഹബിൽ ഒരു ജമ്മും കസറും ഇല്ല. ഹജ്ജ് ഞാൻ മിഞ്ഞാത്ത ക്ലാസ്സിൽ അത് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് കാരണം ഷാഫി മദ്ഹബിൽ ഒരു ജം ഇല്ല, കസറില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്തു എന്ന പേരിൽ ഒരു ജമ്മും കസറും ഇല്ല. നേരെ മറിച്ച് ഹനഫി മദ്ഹബില് ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടാണോ അറഫയിൽ നിൽക്കുന്നത് അവൻ ജംആക്കൽ നിർബന്ധമാണ്. അപ്പൊ ജിദ്ദയിൽ നിന്ന് ഒരാള് ഹജ്ജിന് വരികയാണ്, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ഒരാള് ഹജ്ജിന് പോകുകയാണ്, അവൻ അറഫയിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ജിദ്ദയിൽ നിന്നോ മക്കയിൽ നിന്നോ ഹജ്ജ് കഴിഞ്ഞ് ജംറകളെ എറിയല് കഴിഞ്ഞ് ഇഫാദത്തിന്റെ തവാഫൊക്കും കഴിഞ്ഞ് അവൻ നേരെ ജിദ്ദയിലേക്ക് അവന്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോകുകയാണ്. ഞാൻ ഇപ്പൊ മസ്അല മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്റെ മിനായിലുള്ള ചില ആൾക്കാർ പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പൊ ഒരൊറ്റ വാക്കിൽ പറയാം.
ജിദ്ദയിൽ നിന്ന് അറഫയിലേക്കുള്ള വഴിദൂരം 84 കിലോമീറ്ററാണ്. ജിദ്ദയിൽ നിന്ന് അറഫയിലേക്കുള്ള കിലോമീറ്റർ 84 ആ വിളിച്ചവർ എന്നോട് പറഞ്ഞത്. അധികം ഉണ്ടോന്നറിയില്ല. ഏതായാലും ഒരു കാര്യം 132 ഇല്ല. ജിദ്ദയിൽ നിന്ന് മിനായിലേക്കും അറഫയിലേക്കും 132 കിലോമീറ്റർ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി 84 85 86 എന്നതിൽ ഖിലാഫുള്ള വിഷയം എന്തോന്നറിയില്ല. ഏതായാലും 132 കിലോമീറ്റർ ഇല്ല. അപ്പൊ ജിദ്ദയിൽ നിന്ന് പിന്നെ മക്കയിൽ നിന്ന് അറഫയിലേക്കും മിനയിലേക്കും പുറപ്പെട്ടവര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 കിലോമീറ്ററാണുള്ളത്. നമ്മളിങ്ങനെ ലൈവായി കൊടുത്തുകൊണ്ടിരിക്കണം സ്ഥലത്തോ. ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കണ്ടിട്ടില്ല, ലൈവായിട്ട് ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ സവാമ. ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇലക്ഷന്റെ റിപ്പോർട്ട് ഇപ്പൊ ലൈനിലാരല്ലത്. വേം പറയൂ എന്ന മാതിരി ഇപ്പൊ നമ്മളെ ഹജ്ജാജികളൊക്കെയും അറഫയിലും മിനയിലാണുള്ളത്. അവർക്ക് ആവശ്യമായതൊക്കെ നമ്മൾ ഓരോ സമയത്ത് അങ്ങനെ അത് വെച്ചു കൊടുത്താണ്ടല്ലോ അതൊരു 10 ആൾക്കെങ്കിലും ഉപകരിക്കും. മക്കയിൽ നിന്ന് മിനായിലേക്ക് ആകെയുള്ളത് 8 കിലോമീറ്ററാണ്. ഷഹീദ് നല്ല പരിചയം ഉണ്ടാവും. ഷഹീദ് കാലമായിട്ട് മക്കത്താണ് അല്ലെ. 8 കിലോമീറ്റർ. അതെഞ്ഞ് എത്ര ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും 10 ഇല്ല. 8 എത്രയാണോ 9 ഒന്നും അറിയില്ല. ഒരിക്കലും ഇവര് എന്ത് ചെയ്യാണ്, ഈ മക്കയിൽ ജോലി ചെയ്യുന്നവർ ഹജ്ജിന് വേണ്ടി മിനായി അറഫ അങ്ങനെ മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞ് നേരെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇനി എന്തില്ല, അവര് വേറെ മദീനത്തേക്കോ നാട്ടിക്കോ എങ്ങോട്ടും പോയില്ല. മക്കയിൽ നിന്ന് അവര് നേരെ ഇഹ്റാം ചെയ്ത് മിനായിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, വീണ്ടും മിനായിലെത്തി ജംറത്തുൽ അഖബ എറിഞ്ഞ് വീണ്ടും അവർ ഇഫാദത്തിന്റെ തവാഫിന് വേണ്ടി മക്കയിൽ വന്ന് വീണ്ടും ജംറകളെ എറിയാൻ വേണ്ടി മിനായിലേക്ക് പോവുക. അവര് പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ അവർ മക്കയിൽ തന്നെ താമസിക്കുകയാണ്. പിന്നെ മദീന യാത്ര 4 ദിവസത്തിന്റെ ഉള്ളിൽ മദീന യാത്രയൊന്നും അവർക്ക് ലക്ഷ്യമില്ല. അവരൊരിക്കലും എന്തല്ല യാത്രക്കാരൻ അല്ല, മുസാഫിർ അല്ല. അവര് മിനായിൽ വെച്ച് ജമ്മും കസറുമാക്കരുത്, അവർ മുസ്ദലിഫയിൽ വെച്ച് ജമ്മും കസറുമാക്കരുത്, അവർ അറഫയിൽ വെച്ച് ജമ്മും കസറുമാക്കരുത്, മറ്റു സ്ഥലങ്ങളിൽ വെച്ചൊന്നും അവർ ജമ്മും കസറുമാക്കരുത്. അതേപോലെ തന്നെ എവിടെ ജിദ്ദയിൽ നിന്ന് ജിദ്ദാനുള്ളതൊരു ഉദാഹരണട്ടോ. സാധാരണ ഇപ്പൊ നമ്മള് അധിക ആൾക്കാർ ഇപ്പൊ ഈ മക്കത്ത് ഈ ഹജ്ജിന് വരുന്നത് ജിദ്ദയിൽ നിന്ന് ആയതുകൊണ്ട് ഞാൻ ജിദ്ദ എന്ന് പറയാണ്. 132 കിലോമീറ്റർ തികയാത്ത മക്കയുടെ ചുറ്റുഭാഗത്തിന് എവിടെന്ന് ഹജ്ജിന് വരുന്നവരും ഷാഫിഈ മദ്ഹബ് പ്രകാരം. അപ്പൊ നമ്മളെങ്ങനെ ഈ ഉദാഹരണ സഹിതം മനസ്സിലാക്കുമ്പോ നിങ്ങൾക്ക് എളുപ്പം സാധാരണക്കാർക്ക് മനസ്സിലാകും. ജിദ്ദയിൽ നിന്ന് മിനായിലേക്കും അറഫയിലേക്കും ഏകദേശം 85 കിലോമീറ്റർ ഉള്ളൂ. 132 കിലോമീറ്റർ ഇല്ല. 132 കിലോമീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഒരിക്കലും തന്നെ ജമ്മും കസറും ആക്കാനുള്ള ദൂരം ഇല്ല. അങ്ങനെ വരുന്നവരും മിനായിൽ വെച്ചോ മുസ്ദലിഫയിൽ വെച്ചോ അറഫയിൽ വെച്ചോ ജമ്മും കസറും ആക്കരുത്. ഈ ലൈവായുള്ള ഈ ഒരു വിഷയം ലൈവായി നമ്മുടെ ശ്രോതാക്കൾക്ക് എത്തിക്കാൻ മാർഗമുള്ളവർ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താകും അല്ലെ. ഉത്തൂസാന്റെ ക്ലാസ് ഉണ്ടാ? ഹബൂബ് അലി ലത്തീഫാജി ഇങ്ങനെ ക്ലാസ് ഉണ്ടാ? എന്റെ സയ്യിദ് ഉസ്താദിന്റെ ശരി അതങ്ങനെ സയ്യിദ് ഉസ്താദിന്റെ ക്ലാസ് ആണപ്പോൾ നമുക്ക് നല്ല തഹ്ഖീഖോട് കൂടെ തന്നെ പഠിക്കാൻ പറ്റും. സയ്യിദ് ഉസ്താദിന്റെ ക്ലാസ് ആവുമ്പോ നല്ലോണം ജിദ്ദയിലൊക്കെ നിന്ന് കിതാബും തിരിയും. ഒരുപാട് കാലം അത്തരം വിഷയങ്ങളുമായി പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നല്ലോണം ഇത് പഠിപ്പിക്കേണ്ട വിഷയം. ഞാൻ അവരൊറ്റ കാര്യം കൂടിയാണ് പറയുന്നത്, അതിനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഷാഫിഈ മദ്ഹബിൽ ഇനി 2ാം കൗലുണ്ട്. അതാണ് ഇപ്പൊ ഏറ്റവും പറയേണ്ടത്. 2ാം കൗലുണ്ട് ഷാഫിഈ മദ്ഹബില്. കസീറായ ചുരുങ്ങിയ യാത്രയാണെങ്കിൽ ജംഉ പറ്റുന്നൊരു കൗലുണ്ട്. പക്ഷെ അവിടെ കസറിനില്ല. ഇപ്പൊ മിനായിൽ നടക്കുന്ന വിവരം എന്താണ് അറിയങ്ങള്? കുറെ സാധാരണക്കാരുടെ ഇടയില് ഷാഫിഈ മദ്ഹബില് 2ാം കൗലുണ്ട്, ജമ്മും കസറും പറ്റുന്നു. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ കണ്ടിട്ടില്ല. ഏത് ഷാഫി മദ്ഹബില് ഖസീറായ 132 കിലോമീറ്റർ തികയാത്ത യാത്രയാണെങ്കിൽ അതിൽ കസുറ് വച്ചൊന്ന് ഞാൻ കണ്ടിട്ടില്ല. കൗലുണ്ടാവും എനിക്കറിയില്ല. ജമ്മ് വച്ചൊന്നൊരു കൗല്, അങ്ങനെ ഒരു കൗലുണ്ട്. അപ്പോൾ ഒരാള് അതിങ്ങനെ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഈ 2ാം കൗലൊക്കെ സ്വീകരിക്കേണ്ടത് എവിടെ? ഞാൻ നേരത്തെ പറഞ്ഞതാ, ഹജ്ജ് എന്നുള്ളത് ഒരു സാഹസിക, അതൊരു വിഷമം സഹിക്കേണ്ടതാണ്. അത് എളുപ്പമാർഗം നോക്കി എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ട ഒരു അമലല്ല, വിഷമം സഹിച്ച് ചെയ്യേണ്ട ഒരു അമലാണ്. അപ്പൊ ഓരോ നിസ്കാരവും അതാത് സമയത്ത് പൂർത്തിയാക്കി നിസ്കരിക്കാൻ അല്പസ്വല്പ വിഷമങ്ങൾ ഉണ്ടായേക്കാം. അവിടെ 2ാം കൗലുണ്ട്, അങ്ങനെ ഒരു കീഴുണ്ട്, ഇങ്ങനൊരു കൗലുണ്ട്. ചിലപ്പോൾ നമ്മൾ വിഷമം സഹിച്ച നേരത്ത് ചില വിഷമങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ നമ്മൾ വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ഇതല്ലാതൊരു മാർഗമില്ല. അപ്പൊ നമ്മൾ 2ാം കൗലെങ്കിൽ 2ാം കൗല്. പക്ഷെ ഞാൻ പറയട്ടെ, അവിടെ കസുറിനില്ല, അവിടെയാണ് വിഷയം കിടക്കുന്നത്. ഷാഫി മദ്ഹബില് ഖസീറായ യാത്രയില് എന്തായ ളുഹ്റ് യാത്ര ഇശ പോലത്തെ നിസ്കാരത്തെ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുക, അങ്ങനെ ഒരു കൗല് അതിന് 132 കിലോമീറ്റർ വേണം. അവിടെ 85 കിലോമീറ്ററോ 50 കിലോമീറ്ററോ ഉണ്ടെങ്കിൽ കസറാക്കാമെന്നൊരു കൗല് സാധാരണ കാണാനില്ല. ഏതെങ്കിലും മൂലയിലുണ്ടോന്ന് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഒക്കെ പത്രേ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ജംഇന്റെ അവിടെ അങ്ങനെ ഒരു കൗലുണ്ട്. ഇങ്ങനെ ദീർഘമായ 132 കിലോമീറ്റർ ഇല്ലെങ്കിലും ആവാം. ഞാൻ 2ാം കൗല് പഠിപ്പിച്ചതല്ല. പക്ഷേ ഈ ഇങ്ങനൊരു കൗലുണ്ട് എന്നുള്ള ധാരണ പ്രകാരം പലവരും 2ാം കൗല് കുറിച്ചെങ്ങാണ്ട് ജമ്മും കസുറും ആക്കുകയാണ്. ഇപ്പൊ മിനേലിന്നാണ്, മിനേനെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് ഈ ജമ്മാക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ 2ാം കൗല് പ്രകാരം അതായത് സഹിയായി എന്ന് പറയാ. പക്ഷെ ഇപ്പത്തെ നിസ്കാരം കസുറാക്കിയാകാൻ അതത് വാത്തിലായി. അവിടെയാണ് വിഷയം കിടക്കുന്നത്. ഞാൻ അത് പറയാനപ്പോ ഈ 2ാം കൗല് ഇങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് 2ാം കൗല് കൊണ്ട് അമൽ ചെയ്യാനല്ല. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ എളുപ്പമാർഗം നോക്കിയിട്ടുള്ള സ്വീകരിക്കാന്നുള്ളതല്ലോ നമ്മുടെ അമലിന്റെ ബറക്കത്താണ് പോലെ. ഞാൻ മിഞ്ഞാത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 4 ലക്ഷം ചെലവാക്കിയിട്ട് പോയ ഒരു അമലാണിത്. അല്ലെങ്കിൽ ജിദ്ദേനാണെങ്കിൽ അതിനനുസരിച്ച് സംഖ്യ ചെലവാക്കി പോയ ഒരു അമലാണിത്. എളുപ്പമാർഗം എന്താ? ഇപ്പൊ സുന്നത്തിയ സംഗതി അമലിന്റെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ 3 ഐറ്റംസാ: അർക്കാന്, വാജിബാത്ത്, സുന്നത്ത്. അർക്കാന് ചെയ്യൽ നിർബന്ധം, അത് ഒഴിവാക്കാൻ ഒരു മാർഗമില്ല, പകരം വേറൊന്നുമില്ല. വാജിബാത്താണെങ്കിൽ ഒഴിവാക്കിയാൽ ഫിദിയ. സുന്നത്ത് ഒഴിവാക്കിയാലോ ഫിദിയില്ല, പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം? അമലിന്റെ ഒരു മഖബൂലിയത്തിനത് ബാധിക്കും. ഹജ്ജിന്റെ സുന്നത്തുകൾ എന്ത്? ചില സുന്നത്തുകൾ, ഈ സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കിയാൽ ഹജ്ജ് സഹീഹാണെന്ന് പറയാം, ഫിദിയ നിർബന്ധമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ പകരമായി ഒന്നുമില്ല എന്ന് പറയാം. ഇത്രയും ത്യാഗം സഹിച്ച് സാമ്പത്തികമായി ചെലവഴിച്ചു പോയ ഈ ഇബാദത്തിന് ഒരു സ്വീകാര്യത കിട്ടാത്ത അവസ്ഥയിൽ തിരിച്ചു പോരേണ്ടി വരും. അതാണ് ഹജ്ജിന്റെ സുന്നത്ത് ഒഴിവാക്കിയാലുള്ള വിഷയം. ഹജ്ജക്ക് സഹിയായി ഒറ്റവാക്കിൽ നമുക്കത് പറയാൻ പറ്റും. നമ്മുടെ കൂട്ടായി അബൂബക്കർ പറഞ്ഞ മാതിരി ഉപ്പില്ലാതെ കഞ്ഞുസമായിക്കാവും. ഹജ്ജക്കും സഹിയാണ്, കഞ്ഞുവെച്ച് വയറൊക്കെ ഉണ്ടാകുന്നു, പക്ഷെ ഒരു രസം കിട്ടിയില്ല. കഞ്ഞി കുറിച്ചത് ഒരു രുചി കിട്ടിയില്ല. നമ്മളെ ലത്തീഫാജി കണ്ണൂർക്കാരെ ഭാഷയെ പറഞ്ഞാൽ പോയ ചെന്ന കത്തിന് മറുപടി കിട്ടൂല. കണ്ണൂർക്കാർക്ക് അങ്ങനെ ഒരു ഭാഷ ഉണ്ട്. ഏമ്പക്കത്, നല്ല ബിരിയാണി കഴിച്ച പോലെ ഏമ്പക്കത്. ഈ ഏമ്പക്കത്തതിന്റെ അർത്ഥം എന്താ? കഴിച്ച ഭക്ഷണം സുഖകരമായി ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു, വിഷമമില്ലാതെ ഞങ്ങൾ ഇവിടെ കഴിയുന്നു, സുഖമാണ് എന്നതിന്റെ വിവരാണ് ഈ ഏമ്പക്കം. അത് എന്ന മാതിരി ഉപ്പില്ലാതെ കഞ്ഞി വെച്ചാൽ ഈ ഏമ്പക്കം വരൂല. കാരണം എന്താ? ഒരു സുഖമില്ലാത്ത പോവലാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. ഞാൻ എല്ലാവരും ഒന്ന് ഉത്സാഹായിക്കോട്ടെ. ലത്തീഫ, ഞാൻ കുറ്റം പറഞ്ഞല്ലോ. വൈകുന്നേരത്തേക്ക് ജനങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാം, ഒന്ന് ഉത്സാഹമാവാൻ വേണ്ടി പറഞ്ഞു, ഉറപ്പൊന്നും വിചാരിച്ചത്. അപ്പൊ അതാണ് പ്രശ്നം. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാണ്, ഞാൻ മിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ ഒരു ഇബാദത്ത് കൂടി വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അറഫ ഭൂമിയിലെത്തിയാൽ, മുസ്ദലിഫയിലെത്തിയാൽ, മിനാ ഭൂമിയിലെത്തിയാൽ, അതുപോലെ തന്നെ സ്ഥലങ്ങളിലേക്ക് എത്തിയാൽ
ദീർഘയാത്രക്കാർ ജമ്മും കസറുവാക്കുന്നുണ്ടാവും. അനഫി മദ്ഹബുകാർ അവർ ജമ്മാക്കി നിസ്കരിക്കുന്നുണ്ടാവും. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരോട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു. ഞാൻ മിഞ്ഞാത്ത ക്ലാസ്സിൽ പറഞ്ഞത് ഒരുപാട് ജനങ്ങള് സാധാരണക്കാരെ അവലംബിച്ചും കൊണ്ട് ഹജ്ജിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സാധാരണക്കാര് വിചാരിച്ചു അവർക്കൊക്കെ ഹജ്ജിന്റെ മസ്തലകൾ അറിയുമെന്ന്. എന്നിട്ട് ആ സാധാരണക്കാരെ കൊണ്ട് ഇവർ വഞ്ചിതരാകും. മക്കത്ത് ജനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരെ പിൻപറ്റിയിട്ട് ഹജ്ജിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. അതുകൊണ്ട് നമ്മൾ പേവില് സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു. ഒരുപാട് ആളുകൾ ഇഹ്റാമില്ല, സഅയിയുമില്ല, തവാഫുമില്ല, നിസ്കാരം പോലും ബാത്തിലായ കോലത്തിൽ തിരിച്ചു വരുന്നത് സാഹചര്യമാണ് പലപ്പോഴും സാധാരണക്കാരുടെ അമലിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിഞ്ഞാനത്തെ ആ ക്ലാസ്സിൽ വളരെ ഗൗരവത്തില് ഇത് പഠിച്ചമൽ ചെയ്യേണ്ട ഇബാദത്താണ്. വെറുതെ കാശ് കെട്ടി അങ്ങോട്ട് മക്കയിലേക്ക് പുറപ്പെടേണ്ട ഒരു അമല് അല്ല. നല്ലോണം പഠിക്കണം. നോക്കൂ, നിങ്ങൾ തവാഫിൽ ഒരു അബദ്ധം വന്നാൽ നമ്മുടെ സഅയ്യുബാത്തില. അതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ആ ഗൗരവം ആലോചിച്ച് നോക്കി. നമ്മുടെ ഉംറയുടെ സഅയ് അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജിന്റെ സഅയ്, ഫർളായ സഅയില്ലേ, ഈ സഅയ് സഹീഹാവാൻ എന്ത് ഷർത്താണ്? സഹീഹായ തവാഫിന്റെ ശേഷാവനം. എത്ര ആൾക്കാരുടെ തവാഫാണ് ബാത്തിലായും കൊണ്ടിരിക്കുന്നത്. ഞാനത് പറഞ്ഞു. വിവരമില്ലാതെ ഹജറുൽ അസ്വദ് ചുംബിക്കുക, ഹജറുൽ അസ്വദ് ചുംബിക്കി തിരക്കുവന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കും. അപ്പൊ അവന്റെ കഅബ അവന്റെ മുന്നിലാണ്. തിക്കിലും തിരക്കിലും വെച്ച് അവന്റെ ചെരിപ്പടിക്കാല് അല്പം മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. ആ നീങ്ങിയ കാലുമെന്ന് എഴുന്നേറ്റ് നിന്ന് നേരെ അവൻ തവാഫ് തുടങ്ങുകയാണ്. ഇവിടെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്റെ ഈലാഹില്, അവൻ തവാഫ് ചെയ്യുന്ന സമയത്ത് കഅബ അവന്റെ മുമ്പിൽ ആയത് വലൗ ഖദ്റ ശിബ്രിൻ, അധികൊന്നും വേണ്ട, മീറ്റർ വേണ്ട, അര മീറ്റർ വേണ്ട, ആ മീറ്റർ വേണ്ട. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഈലാഹ് എന്ന കിതാബിൽ പറയുന്നു, വലൗ ഖദ്റ ശിബ്രിൻ, ഒരു ചാന് അകലം അവന്റെ ചുറ്റലിലായിട്ട് കഅബ അവന്റെ മുൻഭാഗത്ത് വന്നാൽ ആ തവാഫിലെ ആ ചുറ്റ് സഹീഹല്ല. ആ ചുറ്റ് സഹീഹാവാതെ തവാഫ് പൂർത്തിയായി ആ മനുഷ്യൻ നേരെ പോകുന്നത് സഫാ മർവയിലേക്ക് സഅയ് ചെയ്യാനാണ്. അതാ സഫാ മർവയിൽ അവൻ സഅയ് ചെയ്തു. പക്ഷേ അവന്റെ തവാഫ് ഇവിടെ ബാത്തിലായി കിടക്കുകയാണ്. അത് കാരണം ഈ സഅയും ബാത്തിലായിപ്പോയി. മഹാന്മാരാവുന്ന ഫുഖഹാക്കള് പറഞ്ഞതെന്താ? ഫഇന്ന കസീറൻ മിനന്നാസി, ജനങ്ങളിൽ നിന്നൊരുപാട് ആളുകൾ യർജിഉ, അവൻ മടങ്ങുന്നു, ബിലാ ഹജ്ജിൻ, ഹജ്ജില്ലാതെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. മിൻ അദ്മി സിഹ്ഹത്തി ഇഹ്റാമിഹി, അവന്റെ ഇഹ്റാം സഹിയാവാത്തതിനാൽ, ഔ തവാഫിഹി, അവന്റെ തവാഫ് സഹിയാവാത്തതിനാൽ, ഔ സഅയിഹി, അല്ലെങ്കിൽ അവന്റെ സഅയ് സഹിയാവാത്തതിനാൽ. എന്റെ മുഅ്മിനീങ്ങളെ, ഇതാ നിങ്ങൾ നിങ്ങളുടെ ഹജ്ജാജിമാർക്ക് വിവരം അറിയിക്കണം. ഉമ്മ, ഉപ്പ, ഇക്കാക്ക, മൂത്തമ്മ, നിങ്ങളുടെ സഅയ്, നിങ്ങൾ തവാഫ് ശ്രദ്ധിക്കണേ. തിക്കിലും തിരക്കിലും വെച്ച് ഏതെങ്കിലും ആൾക്കാർ നെഞ്ച് കഅബമ്മ വരതുന്നത് കണ്ടിട്ട് നിങ്ങൾ വരതാ നിൽക്കണ്ട. അങ്ങനെ വരതുമ്പോൾ കഅബ മുമ്പിലാകും. തിരക്ക് കാരണം നിങ്ങൾ മുമ്പിലേക്ക് നീങ്ങും. പിന്നെ ബേക്കടിക്കാൻ മാർഗമില്ല. ആ തവാഫ് അവിടെ ആ ചുറ്റ് സഹിയായിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ ചുറ്റും ഏയിൽ പെടുത്തും. അപ്പോൾ അവിടെ സഹിഹാവാത്തൊരു തവാഫായിത്തീരും. ഈ സഹിഹാവാത്ത തവാഫിനു ശേഷമാണ് ഒരാൾ സഹി ചെയ്താൽ ആ സഹിയും ബാത്തില. ഓൻ സഹി എല്ലാ നിബന്ധനകളും പാലിച്ച് സഹി ചെയ്തിട്ടുണ്ടാകും. പക്ഷേ സഹിഹായ തവാഫിനു ശേഷം ആയില്ല, അല്ലേ? സഹിഹായ തവാഫിനു ശേഷം ആയില്ല. എന്തേ സഹിയാവാഞ്ഞത്?
ഓൻ തിക്കും തിരക്കും കാട്ടിയിട്ട് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നിന്നു. ഓന്റെ ചെരിപ്പരിക്കാല് വലു കതിറ ശിബിരി ഒരു ചാണ് അവന്റേതായ കാല് നീങ്ങിയപ്പോ കഅബ അവന്റെ മുമ്പിലായിപ്പോയി. ഇത് ശാഫി മദ്ഹബിലെ അഭിപ്രായം മാത്രമല്ല, 4 മദ്ഹബിലും ഏകദേശം വിധി ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് ഉസ്താദേ, ഞാൻ കുറെ ആൾക്കാർ നെഞ്ചുകൊണ്ട് കഅബമ്മ വരതുന്നത് കണ്ടപ്പോ ഞാനും വരതീന്ന് വന്നിട്ട് നാട്ടില് മഹത്വം പറയുന്നവരുണ്ട്. ആ പാവങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങളുടെ തവാഫ് സഹിയാവാതെ പോയിട്ടുണ്ട്. ഈ സഹിയാവാത്ത തവാഫിന് ശേഷമാണ് സഹി സംഭവിച്ചത് എന്ന് പാവങ്ങൾക്കറിയാതെ പോയിട്ടുണ്ട്. പക്ഷേ പാവങ്ങളല്ല, പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ട് നാടുനീള ഹജ്ജ് യാത്ര പറയാൻ നടന്ന് ഒരു ഹജ്ജിന്റെ ക്ലാസ് പോലും പൂർണ്ണമായും പഠിക്കാൻ താല്പര്യം കാണിക്കാത്തതിനാൽ ഹജ്ജില്ലാതെ ഏതോ ട്രാവൽസുകാർക്ക് 4 ലക്ഷം കൊടുത്ത് ഇവൻ പെരേല് വന്ന് ഞാനും ഹാജി, ഇതുവരെ ഇവൻ പോക്കലായിരുന്നു, ഇപ്പൊ നാട്ടേരുവാന്ന് വിളിക്കുന്നത് പോക്കലാജിനാണ്. പക്ഷെ നാട്ടേരെ വിളിയാലത്തിലെ പോക്കലാജി ഉണ്ടാവുള്ളൂ. അള്ളാന്റെ ലീസ്റ്റിൽ ഇപ്പോഴും പോക്കലാണ്, പോക്കല് ഹാജി ആയിട്ടില്ല. അള്ളാഹു താല നമ്മളെ എല്ലാവരെയും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു താല നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് 132 കിലോമീറ്റർ ദീർഘമില്ലാതെ ഹജ്ജിന് വേണ്ടി മക്കയിലും മിനായിലും മുസ്ദലിഫയിലും അറഫയിലൊക്കെയും എത്തിയവരോട് ഓരോ നിസ്കാരവും അതാത് സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറയാ. കസറാക്കാൻ ഒരിക്കലും കസർ ഒഴിവാക്കാൻ എന്തായാലും പറയുക. ഷാഫി മദ്ഹബിൽ കസീറ യാത്രയിൽ ഒരു കസറില്ല. ഇനി ജംഇനൊരു കോലമുണ്ടെങ്കിലും അതൊക്കെ ഒരു കുടുങ്ങിയ കല്ലിക്ക് നല്ലാതെ കണ്ട് പ്രബലമായ അഭിപ്രായം ഒഴിവാക്കിയ ഒരു ഹജ്ജ് കൊണ്ട് നമുക്കതിന്റെ മഖ്ബൂലിയത്ത് കിട്ടാതെ തിരിച്ചു പോരേണ്ടി വരും. അതുപോലെ തന്നെ ഇനി ഒരാള് നേരെ ജിദ്ദയിൽ നിന്ന് അറഫയിൽ വന്നു, അവൻ ഹജ്ജ് കഴിഞ്ഞ് നേരെ ഇനി മദീനത്തേക്ക് പോവുകയാണ്. അപ്പോ 132 കിലോമീറ്റർ ദീർഘമുള്ള യാത്രയാണ് അവർക്ക് പറ്റുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന്റെ ശേഷം ക്ലാസ്സുമുണ്ട്. നമുക്ക് നല്ല റാഹത്താവുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറെ കാര്യങ്ങൾ ഇനി നമ്മൾ അറഫയിലൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്ത തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. തൽക്കാലം ബാങ്ക് കൊടുത്തു, ആരെങ്കിലും ഒന്ന് മൈക്കയിൽ വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.